BCI ഐഡി ഇവിടെ കാണണമല്ലോ. അപ്പൊ ചിലപ്പോ മൈക്ക് ഒഴിവാക്കിയതായിരിക്കും. അതെ, പിരിവായതുകൊണ്ട് ചിലപ്പോൾ നിർത്തിയായിരിക്കും. ഓക്കെ ഇൻഷാല്ലാഹ്. നമുക്ക് ചെറിയ പരിപാടി ഉണ്ട്. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇബാദല്ലാഹി ഉസൈക്കും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. നമ്മുടെ നല്ല ഒരു പരിപാടിയായിരുന്നല്ലേ. എനിക്ക് ഞാൻ തോന്നിയാണ് ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ എനിക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ. നമ്മുടെ മറ്റേ സത്താർ സാഹിബ് പന്തല്ലൂര് അവരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ അത് കാരണം സത്താറിന്റെ കൂടെ ഒരു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എത്തിയിട്ട് അധികം സമയമായിട്ടില്ല. ഞാൻ ഇശാ നിസ്കാരം ഇശാന്റെ മുമ്പ് അല്ലെ, ഇശാന്റെ മുമ്പാണ് ഇവിടെ 7 മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇശാന്റെ മുമ്പായി ഞാൻ അപ്പൊ സംസാദ് ഹഖുദിന്റെ പ്രസംഗം തുടങ്ങിയിട്ടുണ്ട്. മൂപ്പര് ബിസ്മില്ലാഹി ഹംദു സ്വലാത്തു വസ്സലാം ഒക്കെ ചെല്ലുകയാണ്. എന്നിട്ട് ഇപ്പൊ നിർത്തിയിട്ടുള്ളൂ അല്ലേ? അതിന്റെ ഇടയിൽ വല്ല മഴ ഉണ്ടായിട്ട് കാരണം നിർത്തിയിട്ടാ. ഏതായാലും ശരി. ഒരു ആത്മാർത്ഥമായ അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അദ്ദേഹം ഞാൻ ഒരിക്കലുമല്ല ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സംസാരിക്കുന്നത് നാവ് കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ്. ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. അപ്പൊ അൽഹംദുലില്ലാ അദ്ദേഹത്തെ എന്റെ നാട്ടിലാണ് ഓരോരുത്തർ ഇപ്പൊ അങ്ങനെ ആയിക്കോട്ടെ, ഞങ്ങൾക്കതൊരു കുഴപ്പമില്ലേ. നമ്മുടെ നാട്ടില് ഓരോരുത്തർ ഇപ്പൊ ഇങ്ങനെ അങ്ങനെ ഉണ്ടാവില്ലല്ലേ, എന്റെ നാട്ടിലാണെന്നൊക്കെ. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. ഞാൻ പണ്ട് പട്ടിക്കാട്ടിക്ക് പോകുമ്പോ ഇടക്കൊക്കെ പോയിരുന്ന സ്ഥലത്താണ്. അങ്ങനെ പറയരുത്. ചിലപ്പോ ഞാൻ പട്ടാമ്പി വഴിക്കും പോയിരുന്നു പണ്ടൊക്കെ. എനിക്ക് വളാഞ്ചേരി വഴിക്ക് പോകും, ഇടക്ക് പട്ടാമ്പി വഴിക്ക് പോകും. അപ്പൊ ഞാൻ പോയിരുന്ന വഴിക്കാണെന്നപ്പോ എനിക്കും അഭിമാനം കൊണ്ടല്ല. അൽഹംദുലില്ലാ. ഏതായാലും അഭിമാനിക്കേണ്ടത് തന്നെയാണ്. ഏതൊരു അഭിമാനിക്കാൻ മാത്രം ഉള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് പ്രിയപ്പെട്ട സിംസാറുൽ ഹഖ് ഹുദവി. അദ്ദേഹം ഉംറക്ക് കഴിഞ്ഞ് വന്ന് പിന്നെ അദ്ദേഹം നാട്ടിൽ നാലാമത്തെ ഘടന എത്തേണ്ടി വരും. ചിലപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ചെയ്ത വലിയൊരു ഫളാണിത്. വ്യാഴാഴ്ച സ്കൂളിൽ കൂട്ടിയാൽ നാട്ടിൽ പോവുക, 1-2 ദിവസം വ്യാപകാടെ പറയാം, പിന്നെ ശനിയാഴ്ച ഞായറാഴ്ച ക്ലാസ്സിന് ഇങ്ങോട്ട് തന്നെ എത്തുക അല്ലേ. അപ്പോ അത് എനിക്കത് മുതലാവും ചെയ്യും. എന്തിനാണ് നീട്ടി പറയില്ലല്ലോ അല്ലെ. ഓരോന്നും നല്ല പോയിന്റുള്ള നല്ല നല്ല വിഷയങ്ങളാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ പഠിക്കാൻ, കുട്ടികൾക്കും വയസ്സന്മാർക്കൊക്കെ പഠിക്കാൻ, അതുപോലെ പിന്നെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന നല്ല ഒരു പ്രസംഗമാണ് അദ്ദേഹത്തിന്റെ വാളുകള്. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘകാലം അല്ലാഹുവിന്റെ ദീനിനെ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നല്ല സിഹത്തും ആഫിയത്തും ഒക്കെ അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ദീർഘകാലം അല്ലാഹുവിന്റെ ദീനിന് വളരെ ആത്മാർത്ഥമായി സേവനം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അപ്പോ ചോദ്യം, പള്ളിയിൽ കയറി ഇഖാമത്തിന്റെ മുമ്പായി തഹിയ്യത്ത് നിസ്കാരം പൂർത്തിയാക്കാൻ സമയം തികയില്ല എന്ന ബോധ്യമുണ്ടായിരിക്കെ തഹിയ്യത്ത് നിസ്കരിക്കാമോ? നിസ്കരിക്കൊണ്ട് കുഴപ്പമില്ല. സമയം തീരൂല എന്ന് ഉറപ്പ് തോന്നുകയാണെങ്കിൽ അപ്പൊ അതിനേക്കാൾ നല്ലത് പിന്നെ അവിടെ കാത്തു നിൽക്കുകയാണ്. ജമാഅത്തിന്റെ ആദ്യത്തില് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് തന്നെ ഇമാമിന്റെ സഫിൽ അവിടെ ഉണ്ടാവുക. ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്ന സമയത്ത് ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയ ഉടനെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാൻ വേണ്ടി തയ്യാറായിക്കൊണ്ട് സഫിൽ ഉണ്ടാവുന്നതിന് വലിയ പുണ്യമാണ്. അപ്പൊ ആ പുണ്യം കരസ്ഥമാക്കാൻ വേണ്ടി ആ സമയത്ത് തഹയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ തഹയ്യത്ത് പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിസ്കരിക്കാതിരിക്കാൻ നല്ലത്. പിന്നെയോ പിന്നെ ഫർള് നിസ്കാരം അവരെ തഹയ്യത്താവുകയും ചെയ്യും. ഓൻ അതുകൂടിയും കരുതി നിൽക്കുക. ഏത് ഞാൻ ഇപ്പൊ ലോറാണെങ്കിൽ ലോറ് നിസ്കരിക്കുന്നു എന്നും അതോടുകൂടി പള്ളിയിൽ കടന്ന തഹയ്യത്ത് കൂടി കരുതിയാൽ രണ്ടിന്റെ കൂലി കിട്ടും ചെയ്യും. ലോറ് നിസ്കാരം സഹിയാവുകയും ചെയ്യും, തഹയ്യത്തിന്റെ കൂലി ലഭിക്കുകയും ചെയ്യും. ഇരിക്കണേന്റെ മുമ്പാണെങ്കിൽ. പിന്നെ SKSS ആദർശ വിശദീകരണ സമ്മേളനം തൂത പാറലിൽ ഉസ്താദ് മുസ്തഫ ഷഫീഖ് കക്കുപ്പടി LCD ക്ലിപ്പിംഗ് സഹിതം കൂടാതെ മുഹമ്മദ് രാമത്തുള്ളി ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുമായി നാളെ വൈകുന്നേരം 7 മണിക്ക് ആയിക്കോട്ടെ.
കടം കുറെ ഉണ്ട്, അതിന് ഒരു പേടി അല്ല, ഒരു പീടി റൂം എന്താണ്, ഒരു പീടി റൂം വിൽക്കാനുണ്ട്. അത് നല്ല വിലക്ക് വിറ്റ് പോകാൻ പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കടം കൂട്ടി തരട്ടെ. ആ വീട് വിറ്റിട്ട് ഇങ്ങനെയൊക്കെ ഒന്നുമില്ലല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കടക്കെ വേഗം വീട്ടി തരട്ടെ. ആ കടം വീട്ടാനുള്ള മാർഗം അല്ലാഹു തആല എളുപ്പമാക്കി തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. പിന്നെന്താണ്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ദുബായിലാണ്, ലക്ഷങ്ങൾ കടത്തിലാണ്, എപ്പോഴും ദുആ ചെയ്യണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല കടക്ക് വീട്ടി തരട്ടെ. ആ കടം വീട്ടാനുള്ള മാർഗം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് എളുപ്പമാക്കി തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, സുഖമാണെന്ന് കരുതുന്നു. നല്ലൊരു ജോലിക്ക് മാറാൻ ട്രൈ ചെയ്യുന്നു. ക്ലാസ് റൂമിൽ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ ജോലി നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും അതിൽ അല്ലാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുകയും അതിൽ നിങ്ങൾക്ക് മനസ്സംതൃപ്തി നൽകുകയും ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ വീട്ടിൽ ഐക്യം വളരെ കുറവാണ്. ഉമ്മയും ബാപ്പയും ഒരു ഭാഗത്തും എന്റെ പെങ്ങന്മാർ ഒരു ഭാഗത്തുമാണ്. പടച്ചറബേ, ഉമ്മയും ബാപ്പയും ഒരു ഭാഗത്തും പെങ്ങന്മാരൊക്കെ വേറെ ഭാഗത്തുമാണ്. തമ്മിൽ മിണ്ടൽ പോലും നിന്നിരിക്കുന്നു. റഹ്മാനായ റബ്ബേ, വീട്ടിൽ ഒരു നാഥനില്ലാത്ത പോലെയാണ്. അത് കാരണം ഞാൻ വല്ലാത്ത പ്രയാസത്തിലാണ്. ഞാൻ നാട്ടിലേക്ക് പോകാൻ നോക്കുന്നുണ്ട്. അതും ശരിയായി കിട്ടുന്നില്ല. എല്ലാറ്റിനും വേണ്ടി ക്ലാസ് റൂമിൽ പ്രത്യേകം ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ വീട്ടിൽ നല്ല സാഹചര്യം ഉണ്ടാക്കട്ടെ. പടച്ചോന് മാതാപിതാക്കൾ അതുപോലെ തന്നെ മക്കൾ ഒക്കെ തമ്മിൽ പരസ്പരം നല്ല സ്നേഹത്തിലും ഐക്യത്തിലും റാഹത്തിലും കഴിഞ്ഞുകൂടാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അതിനുള്ള സാഹചര്യം അല്ലാഹു ഒരുക്കട്ടെ. എത്രയും വേഗം ആ പ്രശ്നങ്ങൾക്ക് അല്ലാഹു തആല പരിഹരിച്ചു തരട്ടെ. നിങ്ങളുടെ നാട്ടിൽപോക്കിന്റെ കാര്യം തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വേഗം ശരിയാക്കി തരട്ടെ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പിന്നെ ഉസ്താദെ, കുട്ടികൾ ഇല്ല, ദുആ ചെയ്യണം എപ്പോഴും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹലായ ഫضل കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. അധികം താമസിയാത്തതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സന്താനങ്ങളെ പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ അല്ലാഹു നിങ്ങളെ സത്യത്തിൽ ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉസ്താദെ, ഉത്തരം പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. മഴ ഉള്ളപ്പോൾ ജംആക്ക് നിസ്കരിക്കുന്നു. അപ്പോൾ ഇപ്പൊ നിങ്ങൾ പറണ്ട ചോദിച്ചാൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഒന്ന് എസ് അടിക്കണം. നിങ്ങൾ ആ PM എസ് അടിച്ചാൽ മതി. ഇതൊക്കെ നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ്. ഉണ്ട്. ഓക്കെ, എന്നപ്പോ ഈ പറഞ്ഞ കേട്ടോളി, ഞാൻ വായിച്ചോട്ടെ. മഴ ഉള്ളപ്പോൾ ജംആക്ക് നിസ്കരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ നിസ്കാരത്തിൽ രണ്ടാമത്തെ നിസ്കാരം ജംആക്കുന്നു എന്ന് കരുതാതെ ഇമാമിന്റെ കൂടെ തുടരാമോ? ഇമാമിന്റെ കൂടെ തുടരുമ്പോ ജംആക്കണമെന്ന് കരുതിക്കൊള്ളൊന്നുമില്ല. ആദ്യത്തെ നിസ്കാരത്തിന് സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് കരുതിയാൽ മതി. എന്ത്, ഞാൻ അടുത്തതോടുകൂടി ജംആക്കും എന്ന്. മുന്തിച്ച് ജംആക്കുമ്പോഴുള്ള നിബന്ധന അതാണ്. ആദ്യത്തെ നിസ്കാരത്തിന് സലാം വീട്ടുന്നതിന് മുമ്പായി എപ്പോഴെങ്കിലും അവൻ മനസ്സിൽ കരുതുക, ഞാന് ഈ നിസ്കാരത്തോടുകൂടി അടുത്ത നിസ്കാരം കൂടി ജംആക്ക് നിസ്കരിക്കും എന്ന് കരുതുക. അത്രേ ഉള്ളൂ. ഇമാമിനോട് കൂടെ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്ന സമയത്താണ് കരുതിക്കോണമെന്നില്ലാണ്. സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് കരുതിയാൽ മതി. ജംആത്ത് നിസ്കരിക്കുമ്പോൾ, അതായത് മഴ ഉള്ളപ്പോൾ, ഒരാൾ മഗ്രിബ് നിസ്കാരം കഴിയുമ്പോഴേക്കും ഇമാം ഇശാ നിസ്കാരം 2 റക്അത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഇമാമിന്റെ തുടരാൻ അയാൾക്കും ജംആക്കാമോ? അതിനാവാൻ പറ്റും, അതൊന്നും ഇല്ല.
അയാൾ നിസ്കാരം പൂർത്തിയാക്കിയപ്പോഴേക്കും ഇമാം ഇഷാസ്കാരം തുടങ്ങിയെന്ന് മാത്രമല്ല ഇഷാൻ പിന്നെ 2 റക്അത്ത് പൂർത്തിയാക്കി നിൽക്കും. എന്നാലും അതൊന്നും വിരോധമില്ല. ബാക്കിയുള്ള ഇമാമിന്റെ ആ ബാക്കിയുള്ള നിസ്കാരത്തിൽ ഇയാൾക്ക് പിന്നെ തുടരാം. അതുകൊണ്ട് വിരോധമില്ല. മനസ്സിലാക്കണം നിങ്ങൾക്ക്? പറഞ്ഞ മനസ്സിലാക്കണ? പറഞ്ഞത് മനസ്സിലാക്കണെങ്കിൽ നിങ്ങളൊന്ന് ഒരു ആയിക്കോട്ടെ. ഈ പറഞ്ഞതേ മനസ്സിലായി നമുക്ക് കേൾക്കുമ്പോ സമാധാനമാണല്ലേ? ഒന്നുകൂടി ഒന്നുമില്ല, ആർക്ക് മനസ്സിലായി? ഒന്നുകൂടി അയാൾക്ക് ഇത് ഒരുപാട് ടീമുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ ഈ പറയുമ്പോ ആണ് ശ്രദ്ധിക്കുക. അപ്പൊ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്, അയാൾക്ക് വിവരം കിട്ടിക്കണം. ഉസ്താദെ, ഗർഭിണികൾക്ക് ഒരു ദിവസം മുഴുവൻ രക്തം പോയാൽ ആർത്തവ രക്തമായി കാണേണ്ടതും അതുപോലെ നിൽക്കേണ്ടതുമാണെന്ന് കേട്ടു. ഒന്ന് വിശദീകരിക്കുന്നു. നിങ്ങൾ പറണ്ട, ഇതിന് മറുപടി ഇന്നലെ പറഞ്ഞു. നിങ്ങൾ പെടണ്ട. ഇതേ ചോദ്യം ഇന്നലെ ആയിരുന്നു വന്ന് ഇദ്ദേഹം അവിടെ ഉണ്ടപ്പോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊരു അനുസരിക്ക്. അതുപോട്ടെ, അയാളുടെ ഉണ്ട്. അപ്പൊ വേഗം ഒരു എസ് അടിച്ചൂടെ? നെറ്റ് സ്പീഡ് കുറവായതുകൊണ്ട് കാറില്ലേ? ആയിക്കോട്ടെ, സാറില്ല. ഗർഭിണികൾക്ക് ആദ്യം രക്തം ആദ്യത്തെ ഹൈല് മാറിയിട്ട് 15 ദിവസം കഴിഞ്ഞിരിക്കുന്നു നിൽക്കുക. ആദ്യത്തെ ഹൈല് മാറി ചിലപ്പോ രക്തം കാണുന്നുണ്ട്. ആ രക്തം കാണുന്നതിന് മുമ്പ് ഒരു ഹൈൽ ഉണ്ടായിട്ടുണ്ട് അവൾക്ക്. ആ ഹൈല് മാറിയിട്ട് ഇപ്പൊ എന്താ ചെയ്തിട്ടുണ്ട്? 15 ദിവസം 15 ദിവസത്തിനേക്കാളും കൂടുതലായിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ ഈ കാണുന്ന രക്തം ഉണ്ടല്ലോ, ഈ രക്തം അത് ഒരു ദിവസത്തിനേക്കാളും കുറയാതെ കാണുന്നുവെങ്കിൽ അത് ഹൈലാണ്. എന്താണ് ഈ പറയാൻ കാരണം വെച്ചോ? കാരണം ശുദ്ധിയിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയ 15 ദിവസമാണ്. അപ്പൊ കഴിഞ്ഞ ഹൈൽ ഉണ്ടായി, ഇനിയിപ്പോ ഈ ഹൈലിന്റെ ഇടയിൽ ചുരുങ്ങിയത് 15 ദിവസം ശുദ്ധി വേണം. അപ്പൊ കഴിഞ്ഞ ഹൈല് മാറിയിട്ട് ഇപ്പൊ രക്തം കാണുമ്പോഴേക്കും 15 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. 15, 20, 25, 30 15 ദിവസത്തിനേക്കാളും കുറവല്ല. 15 ദിവസമോ അല്ലെങ്കിൽ അതിൽ അധികമോ ആയിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ ഈ കാണുന്ന രക്താണെങ്കിലോ അത് ഒരു ദിവസത്തിനേക്കാളും കുറഞ്ഞിട്ടുമില്ല. എന്നാൽ അത് ഹൈലാണ്. നമുക്ക് മനസ്സിലാക്കണം സംഗതി. ഞാൻ ഈ പറഞ്ഞ മനസ്സിലാക്കണം. ഈ ചോദിച്ചവർക്ക് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ മനസ്സിലാക്കണം. മനസ്സിലാവാതെ മനസ്സിലാക്കണം പറഞ്ഞൊന്നും കേട്ടോ. മനസ്സിലാക്കണമെങ്കിൽ തന്നെ പറഞ്ഞാൽ മതി. മനസ്സിലാക്കണം, ആയിക്കോട്ടെ. അപ്പൊ രണ്ടാമത് രക്തം കണ്ടു. ആ രക്തം അത് ഹൈലാന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ എന്ത് വേണം? ചുരുങ്ങിയത് ഒരു ദിവസം ഫുള്ളായിട്ട് പിന്നെ കാണണം. എന്നാലേ, കാരണം ഒരു ദിവസം ഫുള്ളാണതിന് മുമ്പ് രക്തം നിന്ന് പോയി നിൽക്കുക. ഉദാഹരണം പറയാൻ രാവിലെ സുബഹിന്റെ ശേഷം രക്തം വരൽ തുടങ്ങി. അങ്ങനെ അവൾ ളുഹ്ർ നിസ്കരിച്ചില്ല. കാരണം എന്താ? ഹൈലാണെന്ന് വിചാരിച്ച് ളുഹ്ർ നിസ്കരിച്ചില്ല. പിന്നെ ഒരു അസറിന്റെ ശേഷം കണ്ടിരിക്കുന്ന രക്തം നിന്ന്, അസറിന്റെ ശേഷം രക്തം നിന്നിട്ട് പിന്നെ മടങ്ങി വരണം കാണുന്നില്ല. അപ്പൊ മനസ്സിലായി എന്ത്? എനിക്ക് ഈ കാണേണ്ടത് എന്തല്ല, ഹൈലല്ല. കാരണം ഹൈലാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ഒരു ദിവസം ഉണ്ടാവും. ഇപ്പോ ഇത് രോഗമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? പിന്നെ ഇപ്പോൾ ഇനി അവള് കുളിച്ചിട്ട് കുളിക്കോളൊന്നുമില്ല. ഹൈലല്ലല്ലോ, അപ്പൊ കുളിച്ചോളൊന്നുമില്ല. ഹൈലിന്റെ കുളി കുളിക്കണമെന്നില്ലാന്ന് അവിടെ എന്തെങ്കിലും ളുഹ്ർ ഖളാ കൂട്ടണം, അസ്ർ നിസ്കരിക്കുകയും വേണം. അതേസമയത്ത് ഒരു ദിവസം ഫുള്ളായിട്ട് ഒന്നിച്ചിങ്ങനെ പോരണമെന്നില്ല കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ രക്തം വരണുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് രക്തം വീണ്ടും നിൽക്കുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും രക്തം കാണുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും രക്തം നിൽക്കുന്നു. അങ്ങനെ ഒരു 1-2 ദിവസമൊക്കെ അങ്ങനെ കണ്ട്. ആ 2 ദിവസം ഇങ്ങനെ കണ്ട് 2 ദിവസത്തെ രക്തം ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ വന്ന് അത്ര രക്തം ഉണ്ടാകും. എന്നാലും അത് ഹൈലി തന്നെയാണ്. അപ്പൊ ഒരു ദിവസത്തിനേക്കാളും ചുരുങ്ങരുത് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒരു ദിവസം നിൽക്കാതെ രക്തം വരണം എന്നല്ല. ഇനി ഒരു 2-3 മണിക്കൂർ രക്തം വന്ന് പിന്നെ അത് നിന്ന് എന്നിട്ട് പിന്നെ അടുത്തൊന്നും തിരിച്ചു വരികയും ചെയ്തില്ല രക്തം. അപ്പോൾ മനസ്സിലായി എന്ത്? അത് ഹൈവല്ല, അത് രോഗമാണ്. അപ്പോൾ അവൾക്ക് നിസ്കാരം നിർബന്ധമാണ്. മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി. പിന്നെ ഈ ഒരുപാട് നിങ്ങൾക്ക് കുറച്ച് നേരത്തെ ഇങ്ങനെ പരസ്യം കാണാലോ. ദേഷ്യം പിടിച്ച് പറയുന്നില്ല കേട്ടാ, ദേഷ്യം പിടിച്ച് പറയുന്നല്ല. നമുക്കുള്ള സൗകര്യം, നമുക്കും നിങ്ങൾക്കൊക്കെ ഉള്ള സൗകര്യമാണ് ഇത്. ഇടക്കൊക്കെ കാണാൻ അങ്ങനെ പരസ്യം 100 പൈസക്ക് പിയാൻ ചെയ്യുക, 100 പൈസക്ക് പിയാൻ ചെയ്യുക, ചോദ്യം ഉണ്ടെങ്കിൽ എന്നൊക്കെ. അപ്പൊ ആ സമയത്തെ അത് പിയാൻ ചെയ്യുകയാണെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് വായിച്ചിട്ട് ഒരു ഭാഗത്തേക്ക് ആക്കും ചെയ്യാം.
പിന്നെ അല്ലേ ഇതിപ്പോ ഈ ഇങ്ങനെ PM ഇതിങ്ങനെ വായിച്ച് മറുപടി പറയുന്നതിന്റെ ഇടയിൽ പിന്നെ വേറെ വേറെ PM വരുമ്പോ അതിന്റെ മേലെ വായനക്ക് തടസ്സം വരികയാണ്. ഞാൻ സാധാരണ ചെയ്യണത് ഈ ഇതുണ്ടല്ലോ എന്തായാലും പറയല് നമ്മളെ എഴുതൂല സാധനം എന്താണ് ഇപ്പൊ എനിക്ക് പറയാ ഈ മൈക്രോസോഫ്റ്റ് വേർഡ് ഉണ്ടല്ലോ അല്ലേ അതിലേക്ക് ഞാൻ പേസ്റ്റ് ചെയ്ത് വെക്കലാണ് ഈ PM ഒക്കെ. എന്നാൽ പിന്നെ അതിൽ നോക്കി വായിച്ചാൽ മതി. അതേ സമയത്ത് ഇപ്പൊ ഈ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കെ PM വരുമ്പോ ഇപ്പൊ കുറെ PM ഒന്ന് കെടുക്കുകയാണ്. അപ്പൊ നമ്മൾ ആ ഒരു PM ഇങ്ങനെ വായിക്കായിരിക്കും. അപ്പോഴേക്കാണ് വേറെ PM ഇങ്ങോട്ട് അതിന്റെ മേലാണ് കെടുക്കുന്നത്. അപ്പൊ വായനക്ക് തടസ്സം വരികയാണ്. അപ്പൊ അത് സാധിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം, നല്ലതാണ്. നമുക്ക് തന്നെ ഒരു സൗകര്യമാണ്. പിന്നെ അറിയാത്ത വിഷയമൊക്കെ ആണെങ്കിൽ പഠിക്കും ചെയ്യാലോ. ഒരു ആദ്യം PM എന്ന് ആ ചോദ്യത്തിന് നമുക്ക് മറുപടി കിട്ടൂല നിൽക്കുക. എന്നാ പിന്നെ കിതാബൊക്കെ നോക്കിയിട്ട് അതിനെ മറുപടി കണ്ടുപിടിക്കും ചെയ്യാം. അങ്ങനത്തെ ചോദ്യമൊന്നും വല്ലാതെ വരാറില്ല അല്ലേ? കിതാബ് നോക്കേണ്ടുന്ന ചോദ്യത്തൊന്നും അങ്ങനെ വല്ലാതെ വരാറില്ല. ഒന്നാമത്തത് ചോദിച്ചാലല്ലേ പിന്നെ ഞാൻ ചോദിക്കണതില്ലേ. അതാണ് കുറെ 7 ദിവസം കഴിഞ്ഞിട്ട് കുളിച്ചു, പിന്നെ കുളിച്ചു 2 ദിവസം കഴിഞ്ഞ് രക്തം വന്നാൽ കുളി എങ്ങനെ? 7 ദിവസം ഒരാൾക്ക് ഒരു പെണ്ണിനെ ഹൈദ് തുടങ്ങി. ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കാൻ നിങ്ങൾ ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കുന്നുണ്ടാ? നിങ്ങൾ ഈ 7 ദിവസം ആയിക്കോട്ടെ. അപ്പൊ 7 ദിവസം അല്ല, ഞാൻ ഈ PM ചെയ്താവോടെ ചോദിച്ചതേ, അദ്ദേഹത്തിന്റെ എസ് വന്നിട്ടുണ്ട്. അപ്പൊ 7 ദിവസം കഴിഞ്ഞിട്ട് കുളിച്ചു. അതായത് ഒരു പെണ്ണിന് എന്ത് ചെയ്ത് 7 ദിവസം രക്തം വന്ന്, അങ്ങനെ എന്ത് ചെയ്ത് 7 ദിവസം കഴിഞ്ഞപ്പോ അവളുടെ രക്തം വരവ് നിന്നപ്പോ അവൻ ചെയ്ത് കുളിച്ചു. പിന്നെ 2 ദിവസം കഴിഞ്ഞ് രക്തം വീണ്ടും വന്നാൽ കുളി എങ്ങനെയെന്നാ? 2 ദിവസം കഴിഞ്ഞ് വീണ്ടും രക്തം വന്ന് നിൽക്കുക, എന്നാൽ അതും ഹൈദ് തന്നെയാണ്. അപ്പോൾ അതും ഹൈദ് തന്നെയാണ്. കാരണം എന്താണ്? ഹൈദിൽ നിന്ന് അധികരിച്ചാൽ 15 ദിവസം വരേക്കും ഹൈദ് ഉണ്ടാവാം. ഈ 15 ദിവസം വരേക്കും ഹൈദ് ഉണ്ടാകാതെ 15 ദിവസം ഒന്നാകെ രക്തം പോകാന്നുള്ളതല്ല. ഒരു 7 ദിവസം രക്തം വന്നു, പിന്നെ 1 ദിവസം 2 ദിവസം രക്തം വന്നില്ല, പിന്നെ വീണ്ടും 1-2 ദിവസം രക്തം വന്നു, അങ്ങനെ 15 ദിവസം വരേക്കും കാണുന്നതൊക്കെ തന്നെ ഹൈദാണ്. അപ്പൊ ആ എന്ത് ചെയ്യാൻ 7 ദിവസം രക്തം കണ്ടു, എങ്ങനെ നിന്ന് പാടേ നിന്നു. അപ്പൊ അവൾ എന്ത് നിർബന്ധമാണ്? കുളിച്ച് നിസ്കരിക്കൽ നിർബന്ധമാണ്. അങ്ങനെ 8ന്റെ അന്ന് അവൾക്ക് രക്തം വരുന്നുണ്ട്, 9ന്റെ അന്നും അവൾക്ക് രക്തം വരുന്നില്ല. അങ്ങനെ അവൾ അപ്പൊ ആ സമയത്തൊക്കെ അവൾ നിസ്കരിക്കൽ നിർബന്ധമാണ്. 10ാമത്തെ ദിവസം കണ്ടിട്ട് വീണ്ടും രക്തം വരുന്നത്, എന്നാൽ ആ വരണ എന്തുതന്നെയാണ്? ഹൈദ് തന്നെയാണ്. എന്താ കാരണം അവൾക്ക് ആദ്യം ഹൈദ് തുടങ്ങി 15 ദിവസം പൂർത്തിയാണതിന് മുമ്പാണ് വീണ്ടും രക്തം കാണുന്നത്. അപ്പോൾ അതും ഹൈദ് തന്നെയാണ്. അപ്പൊ അവൾ നിസ്കാരം നിർത്തണം. പിന്നെ അവൾക്കൊരു കാര്യം കൂടി ബോധ്യപ്പെട്ടു, ഞാനിപ്പോ 2 ദിവസം കുളിച്ച് നിസ്കരിച്ച് ആ നിസ്കാരം ശരിയല്ല എന്ന് അവൾക്ക് ഇപ്പോൾ ബോധ്യപ്പെടുകയും ചെയ്തു. അത് വലിയൊരു നഷ്ടമല്ലേ? അവളുടെ ഹൈദ് മാറി എന്ന് വിചാരിച്ച് കുളിച്ച് നിസ്കരിച്ച് അതൊക്കെ വെറുതാകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കുന്ന അതിന് കൂലിട്ടു, പഠിച്ചോണ്ടിരുന്ന അതിനൊക്കെ കൂലിട്ടു. സംഗതി നിങ്ങൾക്ക് ഹൈദായിരുന്നു, രക്തം മാറിയിട്ടുണ്ട്, കുളിക്കൽ നിർബന്ധമാണ്, കുളിച്ച് നിസ്കരിക്കാൻ നിർബന്ധമാണ്. പക്ഷെ പിന്നീട് രക്തം തിരിച്ചു വരുമ്പോഴാണ് ഹൈദ് മാറിയിട്ടില്ല എന്ന കാര്യം ബോധ്യപ്പെടുന്നത്. പക്ഷെ ആ നിസ്കരിച്ചൊന്നും വെറുതാവില്ല, പഠിച്ചോണ്ടൊന്ന് കൂലിട്ടു. അപ്പൊ പിന്നീട് അങ്ങനെ എന്ത് ചെയ്ത് രക്തം 10ാമത്തെ ദിവസം 11ാം ദിവസം 12ാം ദിവസമൊക്കെ രക്തം കണ്ട് പിന്നെ വീണ്ടും രക്തം മുറിഞ്ഞു നിൽക്കുക. എന്നാലോ എങ്ങനെ പാടെ മുറിഞ്ഞു, എന്നാലും വീണ്ടും ആൾ കുളിച്ച് നിസ്കരിക്കാൻ നിർബന്ധമാണ്. അങ്ങനെ 15 ദിവസത്തിന്റെ ഉള്ളിൽ ആദ്യം ഹൈദ് തുടങ്ങി പിന്നീട് 15 ദിവസത്തിന്റെ ഉള്ളിൽ എപ്പോൾ രക്തം തിരിച്ചു വരുന്നുവോ അപ്പോൾ അതും ആ വരുന്ന സമയത്തും അതും ഹൈദ് തന്നെയാണ്. അതിന് മുമ്പ് അവർക്ക് രക്തം വരാത്ത ആ ദിവസങ്ങളിലും അവൾ ഹൈദുകാരി തന്നെയാണ് എന്നാണ് പരിഗണിക്കപ്പെടുക. ഞാൻ ഈ പറഞ്ഞത്തോളം ഉള്ള കാര്യം എനിക്ക് മനസ്സിലാക്കണ, ഇനി കുറെ മനസ്സിലാകാത്ത വിഷയം ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞതൊക്കെ മനസ്സിലാക്കണ. ഞാനീ പറഞ്ഞ മഷ്കൂർ ജസാഖല്ലാഹ് ആയിക്കോട്ടെ. പിന്നെ അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, താടിയിൽ കറുത്ത ചായം തേക്കുന്നതിന്റെ വിധി എന്താണ്? താടിയിൽ കറുത്ത ചായം തേക്കുന്നത് നിങ്ങൾ പറഞ്ഞ
ഈ പറഞ്ഞ പിന്നെ ചെയ്യാൻ വരും, അതാണ് അല്ലേ? ഇനിയിപ്പോ നമ്മളിങ്ങനെ പറഞ്ഞാല് അതുകൊണ്ട് വേറൊരു ഗുണം ഉണ്ടാകും, അതല്ലേ വിഷയം. എന്നാലും ചോദിച്ചാൽ കേൾക്കുമ്പോ സമാധാനമാണല്ലോ. ഈ ചോദിച്ചാൽ വിടണ്ട, താടിയിൽ കറുത്ത ചായത്തിനെ കുറിച്ച് ചോദിച്ചാൽ വിടണ്ട. അദ്ദേഹം ഇല്ല, പോട്ടെ. അപ്പോ എന്തായാലും PM ചെയ്യുക, എന്നിട്ട് നമ്മൾ മറുപടി തുടങ്ങാൻ മുമ്പ് ഒരു പോവുക. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഞാൻ ഒരു കുറിയിൽ കൂടി ആള് പറഞ്ഞ കുറി കൂടിയ ആള് വിടണ്ട. ഉസ്താദെ, ഞാനൊരു കുറിയിൽ കൂടിയെന്നും ചോദിച്ചാൽ വിടണ്ടാന്ന്. ഉണ്ട്, വായിക്കുക. പിന്നെ കുറിയിൽ കൂടിയിരുന്നു, അതിന്റെ പകുതി പൈസ കിട്ടാനുണ്ട്, അതിന്റെ തടസ്സങ്ങളെല്ലാം മാറ്റി കിട്ടാൻ എല്ലാവരും ദുആ. ശരി, അത് ഞാൻ മസലല്ലേ, അല്ലാഹു സുബ്ഹാനഹു തടസ്സം അത് മാറ്റി തരട്ടെ. ഞാനത് മസലയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കേൾക്കാൻ പറ്റില്ല. അഴിയുമ്പോൾ നിങ്ങൾ കേട്ടൊന്നുമില്ല. ആളുകൾ നമ്മൾ ദുആ ചെയ്തിട്ട് ആളുകൾ ആമീൻ ചൊല്ലിയാൽ മതി. അല്ലാഹു സുബ്ഹാനഹു തആല അതിന്റെ തടസ്സങ്ങളൊക്കെ നീക്കി തരട്ടെ. നിങ്ങൾക്ക് അത് സംബന്ധമായ വിഷമങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല തീർത്തു തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, കുറച്ചു ദിവസം മുമ്പ് ഞാൻ PM ചെയ്തിരുന്നു ഇഖാമ പുതുക്കി കിട്ടാൻ ദുആ ചെയ്യാൻ വേണ്ടി. ഉസ്താദ് KCRൽ വെച്ച് ദുആ ചെയ്തിരുന്നു. അൽഹംദുലില്ലാഹ്, ഇഖാമ പുതുക്കി കിട്ടി. അൽഹംദുലില്ലാഹ്. ഫാമിലിയോടൊപ്പം അടുത്ത ദിവസം നാട്ടിൽ പോയി വീട്ടിൽ കൂടാൻ ആഗ്രഹിക്കുന്നു. ഹലാലായ പണം കൊണ്ട് വീട് പണി തീർക്കാൻ വേണ്ടി ഉസ്താദ് ക്ലാസ് റൂമിൽ ദുആ ചെയ്യാൻ. അല്ലാഹു സുബ്ഹാനഹു വതആല വീട് പണിക്ക് വേഗം പൂർത്തിയാക്കി തരട്ടെ. അത് പൂർത്തിയാക്കാനുള്ള ഹലാലായ സമ്പത്ത് അല്ലാഹു തആല നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾക്കും കുടുംബത്തിനും അല്ലാഹു ഖൈറും ബർക്കത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. പിന്നെ എന്റെ മോൻ മദ്രസയിലും സ്കൂളും ചേർത്തു. എല്ലാവരും പോയല്ലോ, പോയി അത് കാണാനില്ല. ഇതിന് മേലെ വേറെ PMകൾ വന്ന് കിടന്ന് പോയി. ഇനിയിപ്പോ അത് ഇൻഷാ അല്ലാഹ് കാണാം. ഞങ്ങൾ DND ആക്കണം. അല്ല, അത് മോശമല്ലേ? അതും മോശമാണ്. കോട്ടക്കൽ ഉള്ള റേഡിയോ ശ്രോതാവ് ഇബ്രാഹിം, അദ്ദേഹത്തിന്റെ ഭാര്യ സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഹോസ്പിറ്റലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ പ്രസവമൊക്കെ സുഖാക്കി കൊടുക്കട്ടെ. അല്ലാഹു അവന്റെ മഹദായ ഫദ്ലുകൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും ആ പ്രസവമൊക്കെ സുഖമാക്കി കൊടുക്കുകയും അവരുടെ പ്രസവത്തിൽ അല്ലാഹു തആല ദീനിനും കുടുംബത്തിനും ഉപകരിക്കുന്ന സാലിഹായ സന്താനത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. തസ്ബീഹ് നിസ്കാരത്തിൽ 1-3 റക്അത്തുകളിൽ സുജൂദിലുള്ള തസ്ബീഹ് ചൊല്ലിയിട്ട് ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലേക്ക് വരുമ്പോൾ തക്ബീർ ചൊല്ലേണ്ടതുണ്ടോ? ചൊല്ലിയില്ലെങ്കിൽ സുജൂദിനുള്ള തസ്ബീഹും ഇസ്തിറാഹത്തിന്റെ യുദ്ധത്തിലേക്ക് വരുമ്പോൾ തക്ബീർ ചൊല്ലാൻ സുന്നത്തില്ല. ഇസ്തിറാഹത്തിന്റെ എന്താണ് വിഷയം? തക്ബീർ ചൊല്ലേണ്ടതുണ്ടോ? ചൊല്ലിയില്ലെങ്കിൽ സുജൂദിലുള്ള തസ്ബീഹും ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലുള്ള തസ്ബീഹും ഒന്നാകുകയില്ലേ? അതൊന്നാവുന്നില്ല. നിങ്ങൾ അവിടെ നീച്ച് ഇരുന്നിക്കണില്ലേ? അവിടെ നീച്ച് ഇരുന്നിക്കണില്ലേ? പക്ഷെ അതിനേക്കാൾ നല്ലത് ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തില് തസ്ബീഹ് ചെല്ലുന്നതിനേക്കാൾ നല്ലത് ആ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലല്ലാത്ത സ്ഥലത്ത് വെച്ച് തസ്ബീഹ് ചെല്ലലാണ് നല്ലത്. ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്നെ വജ്ജഹത്ത് ഓതി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി വജ്ജഹത്ത് ഓതി കഴിഞ്ഞ ശേഷം ഒരു 15 തസ്ബീഹ് ആയിട്ടില്ല. പിന്നെ ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞ ശേഷം 10 ഇല്ല. അപ്പൊ എത്രയായി? 25. റുകൂഇൽ 10, 35, ഇഅ്തിദാലിൽ 10, 45, 2 സുജൂദിൽ 10 വീതം, അപ്പൊ 65. 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തില് ഒരു 10, അപ്പൊ 75 ആയി. അപ്പൊ എന്ത് വേണ്ട? ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തില് തസ്ബീഹ് ചെല്ലണ്ട. കാരണം ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ തസ്ബീഹ് ചെല്ലിയ കുറെ പ്രശ്നങ്ങളുണ്ട്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല ശ്രദ്ധയോട് കൂടെ നിസ്കരിക്കാൻ തിരക്കണമില്ല. ചിലപ്പോ അങ്ങനെ മറന്നു പോകും. ഇതിപ്പോ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലാണോ അതല്ല 2 സുജൂദിന്റെ ശേഷം 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്താണോ എന്നൊക്കെ ഒരു സംശയം കുടുങ്ങിപ്പോകും. അപ്പൊ ഇത് നല്ലത് ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ ചെല്ലാതെ മറ്റുള്ള സ്ഥലങ്ങളിലായിക്കൊണ്ട് 75 തസ്ബീഹ് പൂർത്തിയാക്കലാണ് നല്ലത്.
രണ്ടാമത്തെ റക്അത്തിൽ അതുപോലെ തന്നെ രണ്ടാമത്തെ റക്അത്തിൽ എന്ത് ചെയ്യാ? രണ്ടാമത്തെ റക്അത്തിൽ കഴിഞ്ഞിട്ട് നിന്ന് ഉടൻ തന്നെ 15 തസ്ബീഹ് ഇല്ല, പിന്നെ സൂറത്തും ഫാത്തിഹ ഓതിയതിനു ശേഷം 10 അപ്പൊ 25 അങ്ങനെ ആ രീതിയിൽ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ തസ്ബീഹ് ഒഴിവാക്കി മറ്റുള്ള സമയങ്ങളിൽ ചെല്ലുകയാണ് ഏറ്റവും നല്ലത്. ഉസ്താദെ, ഞാൻ ആർക്ക് കടം കൊടുത്താൽ അത് തിരിച്ചു തരുന്നില്ല, അതിന് എന്ത് ദുആഉള്ള കടം തിരിച്ചു തരാത്തതിനും ദുആഒന്നും എനിക്കറിയില്ല അല്ലേ? അതിനു വേണ്ടി പ്രത്യേക ദുആയി ഒരാൾക്ക് കടം കൊടുത്താൽ തിരിച്ചു കിട്ടാൻ പ്രത്യേകം ദുആയി എനിക്കറിയില്ല, ഉണ്ടായിക്കൂടായൊന്നുമില്ല. പക്ഷെ അതൊന്നും കേട്ടിട്ടില്ല അങ്ങനെ ദുആ. അതിന് മുന്നിൽ പ്രത്യേക അല്ലാത്ത എന്ത് കാര്യം ഭർത്താവിനോട് പറയാലോ, ആണെങ്കിൽ ഭർത്താവിന് എനിക്ക് ഞാൻ അതൊക്കെ കടം കൊടുത്ത നീ എത്രയും വേണം തിരിച്ചു തരണേ, ശരി അദ്ദേഹത്തിന് നീ മനസ്സ് തോന്നിട്ട് അങ്ങനെയൊക്കെ ദുആ ചെയ്യുന്നില്ല. അതിനു വേണ്ടി പ്രത്യേകമായ ഒരു ദിക്ർ ദുആ എന്റെ അറിവിലില്ല. പിന്നെ അത് നിങ്ങൾ താമസം കൊടുക്കാൻ അതിനൊക്കെ കൂലിട്ടും. ഒന്നാമത്തെ പകുതി സദഖ ചെയ്ത കൂലിയാണ് കടം കൊടുത്താൽ. ഇപ്പൊ 1000 ദിർഹം ഒരാൾക്ക് കടം കൊടുത്ത് നിൽക്കുക, എന്നാ 500 ദിർഹം സദഖ ചെയ്ത കൂലിയുണ്ട്. 500 ദിർഹം സദഖ ചെയ്ത കൂലിക്ക് പുറമെ പിന്നെ 1000 ദിർഹം തിരിച്ചിട്ടും ചെയ്യുമല്ലോ അല്ലെ? അപ്പൊ നമുക്ക് നഷ്ടമൊന്നും ഇല്ലാതെ തന്നെ 500 ദിർഹം സദഖ ചെയ്ത കൂലിയുണ്ട്. പിന്നെ അയാൾക്ക് താമസം ചെയ്ത് കൊടുത്ത് നിൽക്കുന്നത് അതിന് പ്രത്യേക കൂലി വേറെ ഉണ്ട്. അയാളോട് അടുത്ത 1-ാം തീയതി തരാമെന്ന് അയാൾ പറഞ്ഞിരുന്നത്. പക്ഷെ 1-ാം തീയതി അയാൾ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണോ, ആയിക്കോട്ടെ എന്നാലും ഇനി അടുത്ത 1-ാം തീയതി തന്നാൽ മതി ഇന്ന്. അങ്ങനെ ആൾക്ക് അങ്ങനെ ഓരോ ഡേറ്റ് കൂട്ടി കൊടുക്കുന്നിടത്തോളം അതിനൊക്കെ പറിച്ചുകൊണ്ടിരുന്ന വേറെ വേറെ കൂലിയുണ്ട്. അപ്പൊ സംഭവം നഷ്ടമൊന്നും വരില്ല, ലാഭമാണ്. അപ്പൊ ഏതായാലും ശരി, അതിന് ചോദ്യത്തിന് മറുപടി എന്ന് പറഞ്ഞാൽ എനിക്ക് അതിന്റെ പ്രത്യേകമായ എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല, ഞാനൊന്നും കേട്ടിട്ടില്ല. അസ്സലാമു അലൈക്കും വലൈക്കും സ്ലാം റഹ്മത്തുള്ളാഹി. ഉസ്താദെ, താടിയിൽ കറുത്ത നേരത്തെ അതൊക്കെ വായിച്ചിരുന്നല്ലേ? അത് പറഞ്ഞില്ലാന്നും പറഞ്ഞല്ലേ? ആ ചോദിച്ച ആള് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് മറുപടി ഒന്നും കാണാനില്ല. അദ്ദേഹം അവിടെ ഉണ്ടോന്നൊന്നും. അസ്സലാമു അലൈക്കും വലൈക്കും സ്ലാം റഹ്മത്തുള്ളാഹി. യാത്രക്കാരിയായ സ്ത്രീകൾക്ക് അസ്ർ നിസ്കാരം അത് പറണ്ട. യാത്രക്കാരിയായ സ്ത്രീകൾക്ക് അസ്ർ നിസ്കാരത്തിനെ കുറിച്ച് ചോദിച്ചാൽ അത് പറണ്ട. അതൊന്നും മറുപടിയില്ല. നമുക്ക് പോട്ടെ. ഉണ്ടല്ലേ? ഉണ്ട്. അവരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇപ്പൊ ഞങ്ങൾ ആളുണ്ടെന്ന് ചോദിച്ചിട്ടേ ആളുടെ അടുത്ത് മറുപടി കിട്ടുന്നില്ല എന്നൊക്കെ. അത് പല ആളുകളും പല കടകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അല്ലേ? അപ്പൊ ഇവിടെ ഞാനവിടെ മറുപടി ഇങ്ങനെ കാത്തിരിക്കാൻ പറ്റുമോ? കടയിൽ കസ്റ്റമർ വേണമെങ്കിൽ ആൾക്ക് താനെടുത്ത് കൊടുക്കണ്ടേ? അപ്പൊ അതിന് പോയതായിരിക്കും ചിലപ്പോ വീട്ടിലെ ഡ്രൈവർമാരുണ്ടാവില്ലേ? വീട്ടിലെ ഡ്രൈവർമാർക്ക് യാതൊരു പണി ഇതുമില്ല. അഹോയ് താഴെന്ന് പറഞ്ഞാൽ നീച്ചു പോയി തന്നെ യാതൊരു മാർഗമില്ല അല്ലേ? അല്ല, ഞാൻ കണ്ട് എനിക്ക് അനുഭവമാണ്. ഇതിന്റെ അങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ട്. ആ ഉള്ളിൽ കേട്ട ഉടൻ തന്നെ ഓടിപ്പോയിക്കൊള്ളണം. അപ്പൊ അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതങ്ങൾക്കല്ല. അപ്പൊ ഏതായാലും യാത്രക്കാരിയായ സ്ത്രീക്ക് അസ്ർ നിസ്കാര സമയത്ത് ഹൈള് നിന്നാൽ ലുഹർ ജംഉം ഖസ്റും ആക്കി നിസ്കരിക്കാമോ? യാത്രയിൽ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ പറ്റും. അങ്ങനെ പറ്റും. അസ്റിന്റെ സമയത്ത് യാത്രക്കാരിയായ സ്ത്രീയാണ്, അവളെ ഹൈള് നിന്നത്. അപ്പൊ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? അതാണ് തന്നെയാണ്. ആ യാത്രാ സമയത്താണ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാ? അവിടെ ജനം കസറിന്റെ വിഷയമല്ല. അവിടെ അസർ നൂറവിടെ കലാ കിട്ടുകയാണ്. അവിടെ കസറിന്റെ വിഷയമല്ല അവിടെ ഉള്ളത്. പിന്നെ യാത്രാ സമയത്ത് ഉള്ള നിസ്കാരമാണ് അവർക്ക് കസറാക്കാം. എന്നാ ഞാൻ മനസ്സിലാക്കണം അങ്ങനെയാണ്. ജംഇന്റെ വിഷയമല്ല അവിടെ ഉള്ളത്. ജംആക്കണി എന്ത് കാണിച്ചുണ്ടോ? പിന്തിച്ച് ജംആക്കാൻ ആദ്യത്തെ നിസ്കാരത്തിന്റെ വഖത്ത് കലാവിനു മുമ്പായിട്ട് നിയ്യത്ത് വെക്കണം. ഈ നിസ്കാരം ഞാൻ അടുത്ത വഖത്തില് ഞാൻ ജംആക്കി നിസ്കരിക്കുമെന്ന് നിയ്യത്ത് വെക്കണം. ഇതുണ്ടായിട്ടില്ലല്ലോ, അതുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ജമാക്കാൻ പറ്റുന്നില്ല. ജമാക്ക അല്ല അവിടെ ഉള്ളത്. ജമാക്കിയപ്പോൾ നിസ്കാരം കലാ അല്ല, അതായത് തന്നെയാണ്. ഇവിടെ അവിടെ അല്ല, ഇവിടെ നിസ്കാരം കലാവ് കിട്ടുകയാണ്. ഇവിടെ ലുഹർ കലാവ് കിട്ടണം. അതാണ്. പിന്നെ ആ നിസ്കാരം കസറാക്കാൻ പറ്റുമ്പോ യാത്രയിൽ ഹലാല യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് നാളെ നിസ്കാരം കലാവ് കിട്ടാം. അതുകൊണ്ട് കുഴപ്പമില്ല. കസറാക്കി നിസ്കരിക്കാമെന്ന്
പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഒരു മർഹല എത്ര കിലോമീറ്റർ ആണ്? ഒരു മർഹല 132 കിലോമീറ്ററിന്റെ നേർപകുതി എത്ര? 66 കിലോമീറ്റർ. ഒരു മർഹല 66 കിലോമീറ്റർ. ഒരു മർഹല 66. 2 മർഹലയാണ് 132 കിലോമീറ്റർ. 2 മർഹല ദൂരമുള്ള യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കാണ് പിന്നെ ഖസറും ജംഅൊക്കെ അനുവദിക്കപ്പെടുന്നത്. അവിടെ SKSF യുവാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഒരു പുത്തൻ പ്രസ്ഥാനവും തലപ്പൊക്കാത്ത ഒരു നാടിന് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടുകൾ ഒരു ഫിത്നയും ഫസാദും ഇല്ലാത്ത നല്ല ഐക്യത്തോടു കൂടി സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും കഴിയുന്ന നാടാക്കട്ടെ. ആമീൻ. എന്റെ മോൻ മദ്രസയിലും സ്കൂളിൽ ചേർത്തു. എല്ലാവരും ദുആ ചെയ്യണം. ഷിബിലി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് നല്ല ഫഹ്മും അഖലും തന്റെ ഇടവും വിവേകവും ഒക്കെ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നാഫിഅ ഇൽമ അല്ലാഹു ആ കുട്ടിക്ക് നൽകട്ടെ. പഠിച്ചനുസരിച്ച് അമൽ ചെയ്യാതെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അവനെ കൊണ്ട് അല്ലാഹു തആല ദീനിനും കുടുംബത്തിനും വലിയ ഉപകാരം നൽകട്ടെ. അത് വലിയ വിഷയമാണല്ലേ. ഒരു പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് അതൊക്കെ. ഞാൻ എനിക്കൊക്കെ തോന്നിയിരുന്നത് നമുക്ക് ആദ്യം ഒരു കല്യാണം കഴിക്കാനുള്ള ഒരു ഘട്ടമാണ്. പിന്നെ കുട്ടി ഉണ്ടാകുക അത് മറ്റൊരു സന്തോഷഘട്ടമാണ് അല്ലേ. പിന്നെ കുട്ടീനെ മദ്രസ സ്കൂളൊക്കെ ചേർക്കുക അത് മറ്റൊരു സന്തോഷകരമായ ഒരു അവസ്ഥയാണ്. അത് നമ്മളെ കുട്ടികൾ മദ്രസയിൽ തന്നെ പോവുക, അപ്പൊ അങ്ങനെ വരണേ കാണുക, അതൊക്കെ സന്തോഷമാണല്ലോ. അപ്പൊ ആ വിഷയം മുപ്പര അറിയിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഹലാൽ ഫുഡ് എന്ന് എഴുതാത്ത ഹോട്ടലിൽ നിന്ന് ചിക്കൻ കറി കഴിക്കാമോ? അത് കഴിക്കുകയില്ല. ഹലാലല്ല എന്ന കാര്യം നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ മാത്രമേ കഴിക്കാൻ പറ്റാത്തുള്ളൂ. ഹലാൽ ഫുഡ് എഴുതിക്കോണമെന്നില്ല. അവിടുത്തെ ഭക്ഷണം ഹലാലല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്, അപ്പോൾ കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കഴിക്കാം. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എനിക്ക് കയ്യിന് മരവിപ്പും വേദനയും ഉണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്, പെട്ടെന്ന് ശിഫയാകാൻ ദുആ ചെയ്യണേ ഉസ്താദെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹദായ ഫضل കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ബർക്കത്ത് കൊണ്ടും പൂർണ്ണ ശിഫ എത്രയും വേഗം പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ നേരത്തെ വേറെ ചില നമ്മുടെ എന്റെ സ്നേഹിതൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് അറിയുന്നതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ചെവിട് എനിക്ക് കേൾവി ഇങ്ങനെ കുറവുണ്ട് എന്നൊരു വിഷമത്തിന്റെ കാര്യം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. നല്ല കേൾവിയും സാധാരണ നല്ല ഉള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ അല്ലാഹു തആല. അല്ലാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ബുദ്ധിമുട്ട് ആവില്ലെങ്കിൽ ഞാൻ ഉള്ളപ്പോൾ മറുപടി പറയുമോ? ഉസ്താദ്, നമ്മൾ ജോലി തിരയുമ്പോൾ ഇന്റർവ്യൂ സമയം കുറച്ച് കളവ് പറയുന്നെങ്കിൽ അതിനുശേഷം കിട്ടുന്ന ശമ്പളം ഹലാൽ ആവില്ലേ? ഉള്ള ജോലി സ്ഥലത്ത് ശമ്പളം കൂടി കിട്ടാതെ വരുമ്പോൾ കുറച്ച് കളവ് പറയാ ശമ്പളം കൂടുമോ എന്ന് നോക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല. കളവ് പറയല ഹറാമാണ്. കളവ് പറയല ഹലാലായ സമയങ്ങളിൽ അതിൽപ്പെട്ടതല്ല പെടുന്നു. ഇന്റർവ്യൂക്ക് കളവ് പറയാവുന്നൊരു ഇതല്ല അല്ലേ. കളവ് പറയൽ ഹറാമാണ്. കളവ് പറയൽ ഹലാലായ ചില അവസ്ഥകൾ ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്നെ ഒരു മുഅ്മിനായ മനുഷ്യന്റെ തടി രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ചിലപ്പോൾ കളവ് പറയേണ്ടി വരും. അതിന് ഉദാഹരണമാണ് എന്ത്? ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, ഞാനത് പറഞ്ഞ് കളവ് പറയലേ ഇന്റർവ്യൂക്ക് വേണ്ടിയൊന്നല്ല. അതിനൊന്നും കളവ് പറയൽ അനുവദനീയമല്ല. കളവ് പറയൽ അനുവദിക്കപ്പെട്ട സമയങ്ങളുണ്ട്. ഒന്ന് അതിൽപ്പെട്ട സമയമാണിത്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ശരീരം രക്ഷപ്പെടുത്താൻ വേണ്ടി കളവ് പറയുക. അതിനൊരു ഉദാഹരണമാണ് നമ്മൾ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു റോഡിന്റെ ഒക്കത്ത് ഇരിക്കുന്നു വിചാരിക്കുക. അപ്പൊ ഒരാളിന് ഓടിപ്പോന്നിട്ട് എന്താടാ കേൾക്കുന്നത്? അയാൾ മറുപടിയും പറഞ്ഞില്ല, അയാൾ ഓടുകയാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് കിടക്കുന്ന വേറൊരാള് കത്തി കൈ പിടിച്ചിങ്ങനെ ഓടിയായിരുന്നു. എന്താ ആട് ചോദിച്ചത്, ഇവിടെ ഇന്നാള് പോയോ ചോദിച്ചു. അപ്പൊ അയാളെ പോയിക്കണമെന്നല്ല പറയണ്ട. അവിടെ കളവറെ പറയലേ ഹറാമല്ലേ, അതുപോലെ പോയിക്കണമെന്ന് പറയലല്ല. ഇതുപോലെ പോയിട്ടില്ലല്ലോ, ഞാൻ ഇവിടെ എത്ര നേരം ഇരിക്കലോ, എനിക്ക് ഇതിലൂടെ അങ്ങനെ ഒരാൾ പോയിട്ടില്ലല്ലോ എന്നാണ് അവിടെ പറയേണ്ടത്. എന്താ കാരണം? ഇവ മറ്റവനെ കൊല്ലാൻ കൊണ്ടാണ് പോണതേ. അപ്പൊ അത് ആ മുമ്പിൽ ഓടിപ്പോയ മനുഷ്യന്റെ മുഅ്മിനായ മനുഷ്യന്റെ തടി രക്ഷപ്പെടുത്താൻ വേണ്ടി, ഇനി മുഅ്മിനായിക്കൊള്ളുന്ന ഒരു മഹ്തറമായ ജീവി തന്നെയാണ് ശരി,
അപ്പോ അയാളെ തട്ടി രക്ഷപ്പെടുത്താൻ വേണ്ടി അങ്ങനെ കളവ് പറയാവുന്നതാണ്. കളവ് പറയാവുന്നത് മാത്രമല്ല, അവിടെ കളവ് പറയുന്നത് വുജൂബാണ്. അവിടെ കളവ് പറയൽ അനുവദനീയമല്ല, പിന്നെന്താണ്, നിർബന്ധമാണ്. അതുപോലെ തന്നെ ചില വിഷയങ്ങൾ മധ്യസ്ഥ വഹിക്കേണ്ടി വരും അല്ലേ? രണ്ട് മോമിനിയങ്ങൾ തമ്മിൽ ഇങ്ങനെ പ്രശ്നമാണ്. അപ്പൊ അതിൻ്റെ നമ്മൾ ഒരു മധ്യസ്ഥ വഹിക്കുകയാണ്. ആ മധ്യസ്ഥ വഹിക്കുമ്പോ ചിലപ്പോ ഞാനിപ്പോ ഈ വിഷയം ഓനോട് പറഞ്ഞിട്ടുണ്ട്. ഓനോട് അങ്ങനെ പറഞ്ഞിരിക്കുമ്പോ അവൻ എന്നെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. സംഗതി പറഞ്ഞല്ല, മറ്റോട് സംസാരിച്ചേക്കുമ്പോ ഇതിനെ കുറിച്ചുള്ള കുറ്റമൊക്കെ അവൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഓനെ കുറിച്ച് അങ്ങനെ മോശം പറഞ്ഞു എന്നല്ല അവിടെ പറയേണ്ടത്. ഞാനിപ്പോ ഈ വിഷയങ്ങൾക്ക് അവനോട് സംസാരിക്കുമ്പോ അവൻ എന്നെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഇപ്പൊ എന്താ ഈ ഇപ്പൊ എങ്ങനെ എന്ന് ഇവനോട് പറയാം. മറ്റവനോട് അങ്ങനെ തന്നെ പറയാം. ഇവനോട് ഇങ്ങനെ പറയുമ്പോ എന്നെ കുറിച്ച് നല്ല അഭിപ്രായമുള്ളോ? അപ്പൊ ഞങ്ങൾ ഇങ്ങനത്തെ വൈരാഗ്യം എന്നെ കുറിച്ച് ഓൻ നല്ല അഭിപ്രായം പറഞ്ഞില്ലേ? അപ്പൊ അവർ തമ്മിലുള്ള വൈരാഗ്യം ഇല്ലാതാവാൻ അത് കാരണമായി തീരും. അപ്പൊ അത്തരം സമയങ്ങളിലൊക്കെ കളവ് പറയൽ അനുവദനീയമാണ്. ഇങ്ങനെ പലതും അതിൽപ്പെട്ടതൊന്നല്ല ഏത് ഒരു ഇന്റർവ്യൂല് പിന്നെ അത് വേണ്ട, അത് ഒന്നും പറയാതെ തന്നെ നല്ല ഹലാലായ ജോലി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകട്ടെ. മക്കളെയും കുടുംബത്തിനൊക്കെ പോറ്റാനുള്ള ഹലാലായ സമ്പത്ത് അല്ലാഹു നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം. കുട്ടിക്ക് 3 മാസം പ്രായമായി, ചപ്പട്ടയാണ്, 15 ദിവസം കഴിഞ്ഞ് ഇപ്പോഴും ശരിക്കും മാറിയിട്ടില്ല. ക്ഷീണവും ഛർദിയും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫ നൽകട്ടെ. അങ്ങനത്തെ ഒരു പേടിക്കേണ്ട രോഗമല്ല കേട്ടോ. കുട്ടികൾ ചപ്പട്ട ഉണ്ടാവുക അതൊക്കെ സർവ്വസാധാരണമാണ് അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. സഹത്തും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അപ്പോ കറുപ്പിനെ കുറിച്ച് ചോദിച്ചാൽ വിടില്ലല്ലേ? നിങ്ങൾ വിടണ്ട. ഈ മുടി കറുപ്പിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചാൽ വിടണ്ട. അദ്ദേഹത്തിന് പറഞ്ഞ മറുപടി ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെയും ചോദിച്ചതും പറഞ്ഞതും കേട്ടതൊക്കെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു അവന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. എപ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ അല്ലാഹുവിന്റെ തൃപ്തിയിൽ മാത്രം ആക്കി തരട്ടെ. ആളുണ്ടല്ലേ നിങ്ങൾ നേരത്തെ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? ഇവിടെ അദ്ദേഹം അവിടെ ഉണ്ട്. നേരത്തെ ഏതാണ്ട് പറഞ്ഞ പൂർത്തിയായല്ലോ. മുടി കറുപ്പിക്കൽ ഹറാമാണ് എന്നാണ് ഷാഫി മദ്ഹബ്. ഷാഫി മദ്ഹബ് മുടി കറുപ്പിക്കൽ ഹറാമാണ്. മറ്റു മദ്ഹബ് വഞ്ചന ഉണ്ടെങ്കിലേ ഹറാമുള്ളൂ, അല്ലെങ്കിൽ ഹറാമല്ല എന്നാണ്. വഞ്ചന ഉണ്ടെങ്കിൽ എന്ന് പറയാം. ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്നെ വഞ്ചന എന്ന് പറയാനേ, ഒരു പെണ്ണിനെ കുറച്ച് വയസ്സായ ആളാണ്, മുടിയൊക്കെ നിറച്ച ആളാണ്, അവനെ പോയി പുതിയ പെണ്ണിട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ആ പെണ്ണിന് ഇവന് യുവാവാണെന്ന് തോന്നിക്കോട്ടെ വിചാരിച്ചിട്ട് മുടിയൊക്കെ കറുപ്പിക്കുക, അത് ഹറാമാണ്. അതിലൊരു വഞ്ചന ഉണ്ടല്ലോ. അപ്പോ മറ്റു മദ്ഹബുകളൊക്കെ, ഏത് മാലിക്കി മദ്ഹബ് ആവട്ടെ, ഹനഫി മദ്ഹബ് ആവട്ടെ, ഹംബലി മദ്ഹബ് ആവട്ടെ, ആ മദ്ഹബുകളും സാധാരണ മുടി കറുപ്പിക്കൽ ഹറാമല്ല, വഞ്ചന ഉണ്ടെങ്കിൽ മാത്രമേ ഹറാമുള്ളൂ. എന്നാൽ നമ്മുടെ മദ്ഹബിൽ എങ്ങനെയായാലും ഹറാമ് തന്നെയാണ്. വഞ്ചന ഉണ്ടാവാതിരിക്കട്ടെ, മുടി കറുപ്പിക്കൽ ഹറാമാണ്. ഇനി കറുപ്പിക്കലല്ലാത്ത മറ്റ് കളർ കൊടുക്കുകയാണെങ്കിലോ, തവിട്ട് കളറോ മറ്റൊക്കെ കൊടുക്കുകയാണ്, അത് അനുവദനീയമാണ്. അത് അനുവദനീയമാണ്. എന്നാൽ മൈലാഞ്ചി ഇടല, മൈലാഞ്ചി ഇട്ടുകൊണ്ട് ചുവപ്പോ മഞ്ഞയോ ഒക്കെ ഉള്ള മൈലാഞ്ചി അത് സുന്നത്തുമാണ്. അപ്പോ ഹറാമ്, സുന്നത്ത്, അനുവദനീയ, അങ്ങനെ 2-3 കോലങ്ങളാണുള്ളത് എന്ന്. കറുപ്പിക്കൽ ഹറാമ് അല്ലേ? കറുപ്പല്ലാത്ത മറ്റു കളറുകൾ കൊടുക്കൽ, പിന്നെ മൈലാഞ്ചി അല്ലാത്ത മറ്റു കളറുകൾ കൊടുക്കൽ അത് പിന്നെ അത് കറാഹത്ത് ചിലവരാണ് പറഞ്ഞിട്ടുണ്ട്. അനുവദനീയമാണ്, എന്നാൽ കറാഹത്തോട് കൂടിയുള്ള അനുവദനീയം എന്ന് ചിലവർ. അതല്ല, ഇനി മൈലാഞ്ചി, കറുത്ത മൈലാഞ്ചി അല്ല, ചുവപ്പോ മഞ്ഞയോ ആയ കളർ കൊടുത്തുകൊണ്ട് മൈലാഞ്ചി അത് സുന്നത്തുമാണ്. മുഖമൊക്കെ മൈലാഞ്ചൊക്കെ ആണെങ്കിലും പിന്നെ ഇപ്പൊ ഒരാൾ എനിക്കൊരു PM ചെയ്ത്, അത് ഞാൻ കറുത്ത മൈലാഞ്ചി ഒന്നും പറ്റൂല, കറുത്ത കളർ കൊടുക്കാൻ പറ്റൂല. ബഹുമാനപ്പെട്ട അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു ഇസ്ലാമികം വിശ്വസിച്ചപ്പോ മക്കാ ഫതഹിന്റെ അന്ന് അദ്ദേഹം ഇസ്ലാമികം വിശ്വസിക്കുന്നത്. ആകെ മുടിയൊക്കെ ആകെ കൊളുത്തിട്ട് പിന്നെ ഉള്ള ആളായിരുന്നു. അപ്പൊ റസൂല പറഞ്ഞുകൊണ്ട് എന്ന് തോന്നുന്ന ഹദീസിന്റെ ഇത് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഈ വെള്ള നിറത്തിന് ഒരു മാറ്റം വരുത്തി, എന്നാൽ കറുപ്പ് വേണ്ടെന്നും പറഞ്ഞു. കറുപ്പല്ലാത്ത മറ്റു വല്ലതും കളറും കുടിക്കുകയാണ്. അപ്പൊ കറുപ്പ് കൊടുക്കാൻ പാടില്ല. കറുപ്പ് മൈലാഞ്ചി ആയാലും ശരി, മൈലാഞ്ചി കിതാബിൽ അങ്ങനെ തന്നെ ഉണ്ട്.
മൈലാഞ്ചിട്ടുകൊണ്ട് മഞ്ഞ കളറോ ചുവപ്പ് കളറോ കൊടുക്കൂ, അതാണ് സുന്നത്ത്. ഇനി മൈലാഞ്ചി അല്ലാത്ത മറ്റ് വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ മഞ്ഞും ചുവപ്പൊന്നും അല്ലാത്ത മറ്റ് കളറുകളാണെങ്കിൽ അത് അനുവദനീയമാണ്. അതാണ് കറുപ്പിക്കൽ ഹറാമുമാണ്. ഒരു PM ഞാൻ അറിയാതെ ക്ലോസ് ചെയ്തു. അദ്ദേഹം അതൊന്നുകൂടി ചെയ്യും. എന്താണ് വിഷയം? പിന്നെ ഉളുവിന്റെ വെള്ളം ചേരുകൊണ്ട് അത് അതിമല്ല, മൈലാഞ്ചിയാണെങ്കിൽ ഉളുവിന്റെ വെള്ളമൊക്കെ ചേരും. ഇനി മൈലാഞ്ചി അല്ലാത്ത മറ്റു സാധനങ്ങളാണെങ്കിൽ അത് വളരെ കട്ടികളാണ്, ഉളുവിന്റെ വെള്ളം ചേരൂല. അതല്ലാത്ത സാധാരണ ആ മുടിയുടെ നിറം ആണ് മാത്രമേ ഉള്ളൂ. അതിന്റെ അവശിഷ്ടങ്ങളൊന്നും ആ മുടിമ ഒട്ടിപ്പിടിക്കുകയില്ല എന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ വെള്ളം ചേരും ചെയ്യും. അത് അതിന്റെ സ്വഭാവം നമുക്കറിയില്ലോ. അതിടുന്ന ആൾക്കല്ലേ അതിന്റെ സ്വഭാവം അറിയുള്ളൂ. അപ്പൊ അതിന്റെ മുടിയുടെ കളർ മാത്രം മാറ്റുന്നുള്ളൂ. പിന്നെന്തില്ല, അതിന്റെ തടി മുടിമ ഒട്ടിപ്പിടിക്കുന്നില്ല എങ്കിൽ ഉളുവിന്റെ വെള്ളം ചേരും. അതിലെ തടി മുടിമ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഉളുവിന്റെ വെള്ളം ചേരുകയും ചെയ്യൂല. അപ്പൊ അതാണ്. എന്റെ വീടിന്റെ അടുത്ത് എന്റെ 2 എളാപ്പമാരുടെ വീടാണ്. അവർ തമ്മിൽ കുറെ കാലമായി തെറ്റിലാണ്. മൂത്ത എളാപ്പ AP കാന്തപുരത്തിന്റെ ആളാണ്. ഇപ്പോൾ മൂത്ത എളാപ്പ പുറയും സ്ഥലവും വിൽക്കാൻ നോക്കുന്നു. വലിയ പൈസയാണ് പറയുന്നത്. ഇപ്പോൾ RSSക്കാർ അമ്പലം പണിയാൻ എന്ത് വില കൊടുത്തും വാങ്ങാൻ നിൽക്കുകയാണ്. എളാപ്പ അമ്പലത്തിന് കൊടുക്കാൻ ആലോചിക്കുകയാണ്. എളാപ്പയുടെ മനസ്സ് എളാപ്പാന്റെ മനസ്സ് അല്ലാഹു തആല നല്ല മനസ്സാക്കി കൊടുക്കട്ടെ. മുസ്ലിം ഉമ്മത്തിന് ദോഷം വരുന്ന രീതിയിലല്ലാതെ, കുടുംബത്തിന് ദോഷം വരുന്ന രീതിയിലല്ലാതെ ഉള്ള അവസ്ഥയിലേക്ക് ചിന്തിക്കാനുള്ള നല്ല മനസ്സ് അല്ലാഹു തആല എളാപ്പാക്ക് നൽകട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലേക്കും പറഞ്ഞും ചോദിച്ചും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, സഹോദരന്മാർ, നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു തആല ദുനിയാവിലും ആഖിറത്തിലും കാത്തുരക്ഷിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി തരട്ടെ. നമ്മൊക്കെ മരിപ്പിക്കുന്ന സമയത്ത് അള്ളാഹു ഉച്ചിച്ചുകൊണ്ട് സ്വർഗ്ഗം മരിപ്പിക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله سيدنا محمد وصحبه أجمعين والحمد لله رب العالمين. ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. അൽഹംദുലില്ലാഹ്. നോർഫീസ് ഉസ്താദിന്റെ ഫിഖ് സംശയ നിവാരണമായിരുന്നു നാം ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്നത്. അതിനു മുന്നേ നമുക്ക് പട്ടാമ്പിയിൽ നിന്നുള്ള ലൈവ് നമ്മുടെ സ്വാലിഹ് ഒറ്റപ്പാലം ഫഹദിനെ പറമ്പൊക്കെ നല്ല ക്ലിയറോട് കൂടി തന്നെ നമുക്ക് നൽകി. അതായത് നമ്മുടെ ബാനർ മാറിയിട്ടുണ്ട്. ഉസ്താദിന് PM ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, ഉസ്താദിന് PM ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉസ്താദ് നേരത്തെ അറിയിച്ചതുപോലെ കുറച്ച് നേരത്തെ PM ചെയ്താൽ ഉസ്താദിന് അത് കോപ്പി ചെയ്ത് വെച്ചിട്ട് അതിങ്ങനെ ഓർഡറിലായിട്ട് നമുക്ക് മറുപടി പറയാൻ എളുപ്പമാകും. ഉസ്താദ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ PM ചെയ്താൽ നമുക്കറിയാം ഒരുപാട് PMകൾ ഇങ്ങനെ വരുമ്പോൾ ഒന്നിനു മുകളിലായി ഇങ്ങനെ മറ്റൊന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉസ്താദിന് അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ഏതായാലും അൽഹംദുലില്ലാഹ് വന്ന PMകൾക്കൊക്കെ ഉസ്താദ് മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി PMകളും സംശയങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ ഉസ്താദിന്റെ ഐഡിയിലേക്ക് PM ചെയ്യാം. ഇതിന്റെ റെക്കോർഡുകളൊക്കെ വീണ്ടും കേൾക്കുക. കാരണം ഒരുപാട് ആളുകൾക്ക് ഫാമിലിയൊക്കെ ആയിട്ടുള്ള ആളുകൾ